ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനൊരുങ്ങി ഉത്തരാഖണ്ഡ്. ഏകീകൃത വ്യക്തി നിയമ ബില്ല് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബില്ല് സഭയുടെ മേശപ്പുറത്ത് വച്ചത്. ആർ അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് ബില്ല് അവതരണം നടത്തിയത്. ഇതിലെ ആ, എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, ഈ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഇതിനായി രൂപീകരിച്ച ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമിതി, രഞ്ജന ദേശായിയുടെ സമിതി കരട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. തുടർന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ റിപ്പോർട്ട് പാസാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ ബില്ലിന്മേൽ ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും നിയമസഭയിലെ മറ്റംഗങ്ങൾക്ക് ഇതിന്റെ ബില്ല് കൈമാറും. അതിനുശേഷം വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളായിരിക്കും സഭയിൽ പുരോഗമിക്കുക. ഒടുവിൽ ഭൂരിപക്ഷ വോട്ടെടുപ്പോടുകൂടി ബില്ല് പാസ്സാക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കാരണം 2022 മുൻപ് BJP-യുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുമെന്നുള്ളത്. അങ്ങനെ അധികാരത്തിലെത്തിയ BJP അതിനായുള്ള തയ്യാറെടുപ്പുകൾ 2022 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പ്രത്യേക സമിതി രൂപീകരിച്ചുള്ള നീക്കങ്ങളായിരുന്നു. ആ സമിതിയാണ് ഇത് വിശദമായി പരിശോധിച്ച് പഠിച്ച ശേഷം ആ കരട് ബില്ല് സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ ബില്ല് നിയമസഭയിൽ പാസ്സായാൽ ഉത്തരാഖണ്ഡ് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. ഒപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി BJP ഇതിലൂടെ കാണുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് കൊണ്ടുവന്ന് അത്തരം നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. BJP ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ചരിത്രപരമായ ഒരു ബില്ലാണ് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. എന്തായാലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഈ ബില്ലിന് പിന്നാലെ ഉണ്ട്. പ്രജിൻ, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.